ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ SSC സീജിൽ നമ്മുടെ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ നമുക്കിപ്പം കറന്റ് നോട്ടിഫിക്കേഷൻ വന്ന് ആ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ്. അപ്പോൾ ആ ഒരു സീജിലിന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഈ വട്ടം വന്നപ്പോൾ നമുക്ക് ഏകദേശം 40ഓളം പോസ്റ്റുകൾക്കാണ് വിളിച്ചേക്കുന്നത്, ഇൻക്ലൂഡിങ് 3 ഗസറ്റഡ് പോസ്റ്റ് അടക്കം 40 പോസ്റ്റിനാണ് വിളിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് 40 പോസ്റ്റിന് വിളിക്കുന്നത്. കഴിഞ്ഞ വട്ടത്തെ സീജിലിനൊക്കെ നമുക്ക് 36 പോസ്റ്റേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പുതിയ എന്താ പറയുക, നമ്മൾ നേരത്തെ വിളിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് കുറേ നാളെങ്കിലും കാണാതെ ഗസറ്റഡ് പോസ്റ്റ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വട്ടം. സോ അങ്ങനെ നമുക്ക് മൊത്തം 40 പോസ്റ്റിലേക്കാണ് ഈ വട്ടത്തെ SSCയുടെ സീജിൽ എക്സാം വിളിച്ചിരിക്കുന്നത്. അങ്ങ് നോട്ടിഫിക്കേഷൻ ഫ്യൂ ഡേയ്സ് ബാക്ക് വന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവരോ അല്ലെങ്കിൽ ഇതാദ്യമായിട്ട് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനലിൽ ചെന്ന് ഇതേ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്താണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് ഇതേ ചാനലിൽ ചെന്നിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു SSC സീജിയൽ എക്സാംസ് എടുക്കുമ്പം എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ ആ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്താണ്, അതുപോലെ നമ്മുടെ സീജിയൽ എക്സാമിന് ഏകദേശം എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് ഈ പറഞ്ഞ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് ജോലി കിട്ടും നമുക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ ജോബ് പ്രൊഫൈൽ ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഈ ഒരു സെഷനിലേക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, യൂണിഫോം പോസ്റ്റ് ആണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ് ആണ്, വളരെ അധികം സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ്. ഒരു 12-13 വർഷം കഴിയുമ്പോൾ ഒരു ഗസറ്റഡ് IPS റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് പ്രൊമോഷൻസ് വഴി. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം വളരെ നല്ലൊരു സാലറി ഓഫർ ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, യൂണിഫോം, പവർ, അതൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഗാർഡിയൻ എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ പവർ ആൻഡ് ഞാൻ നേരത്തെ ഉള്ള സോഷ്യൽ സ്റ്റാറ്റസ് തന്നെയാണ് ഈ ഒരു പോസ്റ്റിനെ വളരെ പോപ്പുലർ ആക്കുന്നത്. നമ്മുടെ ഈ SSC സീജിയലിലെ 40ഓളം പോസ്റ്റുകളിൽ പല പോസ്റ്റും ഉണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള, ലൈക്ക് CBI ഉണ്ട്, NIA ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഓഫീസേഴ്സ് ഉണ്ട്, പ്രിവെന്റീവ് ഓഫീസർ, കസ്റ്റംസ് ഓഫീസേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പ് 5 കാറ്റഗറിയിലൊക്കെ വരുന്ന വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് നമുക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് ഏരിയ കാണും, സോ അതിനനുസരിച്ച് അവർ മാറും. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രിയുടെ നേരെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് ഒരു അതോറിറ്റിയാണ് നമ്മുടെ ഈ പറയുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൺട്രിയുടെ ഒരു റവന്യൂ പോളിസീസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതും ഒക്കെ ഉള്ള ഡ്യൂട്ടിയാണ് നമ്മുടെ ഈ പറയുന്ന ഇൻകം ടാക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, നമ്മൾ പറഞ്ഞ പോലെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിൽ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ അണ്ടറിലാണ് നമ്മുടെ ഈ പറയുന്ന ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു പോസ്റ്റ് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇന്ത്യൻ റവന്യൂ സർവീസിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ജോബ് പ്രൊഫൈൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി അതിലേക്ക് തന്നെ കടക്കുവാണ്. നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ ജോബ് പ്രൊഫൈൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു പോസ്റ്റിനെ ഇത്രയും അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, ലൈക്ക് യൂണിഫോം, സോഷ്യൽ സ്റ്റാറ്റസ്, സാലറി, പവർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അത് കൂടാതെ തന്നെ നമ്മൾ ആ ജോലിയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഡെസ്ക് ജോബോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫീൽഡ് ജോബോ അല്ല ഇതെന്ന് പറയുന്നത്. ഒരു മിക്സ് ആണ്, ലൈക്ക് എല്ലാ ദിവസവും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു ജോലിയാണ്. എല്ലാ ദിവസവും ഒരേ റുട്ടീനിൽ ഇങ്ങനെ പോകുന്നതിന് പകരം ഡെഫിനറ്റ്ലി റുട്ടീൻസ് മാറി മാറി വരുന്ന, എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചേഞ്ച് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഡ്യുവൽ നേച്ചർ ഉള്ള ഒരു ജോലിയാണ് എന്ന് തന്നെ പറയാൻ. ലൈക്ക് നമുക്ക് ഡെസ്ക് ജോബും വരും, ഫീൽഡ് ജോബും വരും, രണ്ടും ഉള്ള ഒരു കാര്യമാണ്. അതും നമ്മൾ ആ ഫീൽഡ് ജോബ് എന്ന് പറയുന്നത് പോലും വളരെ ത്രിൽ തരുന്ന ഒരു, വളരെ എന്താ പറയാ, പലർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീഡും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു ഫീൽഡ് ജോബ് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു നോർമൽ ഫീൽഡ് ജോബും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം നമുക്ക് ഇതിന് തന്നെ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 2 വിങ്സ് ഉണ്ട്. ഈ പറയുന്ന പോലെ ഒന്ന് അസസ്മെന്റ് വിങ്ങും ഉണ്ട്, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങും ഉണ്ട്. ഇപ്പം അസസ്മെന്റ് വിങ്ങിലേക്ക് വരുവാണെങ്കിൽ മെയിൻലി നമ്മുടെ ഈ ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷനെ ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ഒരു അസസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ലൈക്ക് ഇൻകം ടാക്സ് റിട്ടേൺസ് ഒക്കെ കറക്റ്റായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടോ, ഫയൽ ചെയ്തവരുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ചെക്ക് ചെയ്യുന്നത്, അതിലെന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അവർക്ക് നോട്ടീസ് അയക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫ്രോഡോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ TDS, ആ ഒരു ടാക്സ് ഡിഡക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അതിൽ വരുന്ന ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്യുക.
റീഫണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു അസസ്മെന്റ് വിങ് ഉണ്ട്. കാരണം നമുക്കറിയാം ITR ഫയൽ ചെയ്യുക എന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇന്ന് എല്ലാവരുടെയും ലൈഫിൽ, ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ടാക്സ് ഇയർ. ഇപ്പോഴത്തെ രീതിയിൽ ടാക്സ് ഇയർ കഴിയുമ്പോൾ ആ ഒരു എന്താ പറയുക, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ള പ്രോസസ്സ് അവിടെയാണ്. അത് ചെക്ക് ചെയ്യുന്നത്, അതിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യുന്നത്, അതിലെന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അത് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറയുന്നത്, നോട്ടീസ് അയക്കുന്നത്, എല്ലാം ഓക്കെ ആണെങ്കിൽ ആ റീഫണ്ട് പ്രോപ്പർലി പ്രോസസ്സ് ചെയ്യുന്നത്, അതും ഒരുപാട് ലേറ്റ് ആവാതെ വിത്തിൻ ദ ടൈം നമുക്ക് ആ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ആ ഒരു അസസ്മെന്റ് വിങ് വരുന്നുണ്ട്. പക്ഷേ ഇത് കൂടാതെ വളരെ എന്താ പറയാ, കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ വിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, ഫീൽഡ് ഓപ്പറേഷൻസ്, നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഫീൽഡ് ഓപ്പറേഷൻസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെയ്ഡ് കണ്ടക്ട് ചെയ്യുക, സർപ്രൈസ് ആയിട്ട് സർവീസ് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിന്റെ ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ബാക്കിയുള്ള പ്രോസിക്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള കേസ് ബിൽഡ് ചെയ്യുക, അത് കോർട്ട് വരെ എത്തിക്കുക എന്നുള്ള അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റിഗേഷൻ വിങ് കൂടി അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ജോലിയാണ്. സോ ഡെയിലിയും ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഡെയിലി ഒരേ റുട്ടീനിൽ പോകുന്നതിന് പകരം ഒരു എന്താ പറയാ, ഡെയിലി ഒരു ചേഞ്ചിലൂടെ തന്നെ പോകുന്ന രീതിയിലുള്ള ബോറാവാത്ത ഒരു പോസ്റ്റ് ആണ് നമ്മുടെ ഈ പറയുന്ന ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റിനെ ഇത്രയും എന്താ പറയാ പോപ്പുലർ ആക്കുന്നത്. നമ്മുടെ എല്ലാ ദിവസവും ഒരു റുട്ടീനിൽ പോകുന്നുമില്ല, ലൈക്ക് വിത്തിൻ ദ ജോബും നമുക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം. അതേപോലെ തന്നെ സെയിം ടൈം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു മറ്റൊരു സൈഡ്, ലൈക്ക് പബ്ലിക് നോക്കുമ്പോൾ ഒരു സൈഡ്, സോഷ്യൽ സ്റ്റാറ്റസും പവറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, പേഴ്സണൽ ആംഗിളിൽ വരുമ്പോൾ സാലറി, നമ്മുടെ ആ ഒരു വർക്ക് നേച്ചർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി ഇതിലേക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും പലർക്കും തോന്നാറുണ്ട്, ഇതിന് എക്സ്പീരിയൻസ് വേണ്ടേ ഇൻകം ടാക്സിലേക്കൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ, എനിക്ക് ടാക്സ് ലോസ് ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ, ഇതിനൊക്കെ ഞാൻ ഫിനാൻസിൽ ഡിഗ്രി ചെയ്യണ്ടേ എന്നൊക്കെ പലർക്കും തോന്നാറുണ്ട്. അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമ്മളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ സീജലിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കണം, ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിന് ശേഷം ആവശ്യമുള്ള ട്രെയിനിങ് അത് അവര് നമുക്ക് സെലക്ഷന് ശേഷം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ്, ലൈക്ക് നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയിട്ട് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സസും അവരുടെ ഈ ഒരു കാര്യത്തിലുള്ള ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളുള്ള പ്രൊഫഷണൽ നോളജ് ആയാലും ശരി, ടെക്നിക്കൽ നോളജ് ആയാലും ശരി, ഇതിനൊക്കെയുള്ള ക്ലാസ്സസും ട്രെയിനിങ് പ്രോഗ്രാംസും അവർ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ആ ടാക്സ് അഡ്വാൻസ് ടാക്സേഷനെ കുറിച്ചുള്ള ലോസും കാര്യങ്ങളും, അത് ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ, ഈ പറയുന്ന അതിലുള്ള വരുന്ന കാര്യങ്ങൾ, അതുപോലെ ട്രാൻസ്ഫർ പ്രൈസിങ് ഫണ്ടമെന്റൽസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ടേംസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, അതുപോലെ ഓഡിറ്റിങ്ങും ടാക്സ് കംപ്ലൈൻസും ലീഗൽ ഫ്രെയിംവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെലക്ട് ആയതിനു ശേഷം ഒരു ടൈം പീരീഡിന്റെ അകത്ത് ആൻഡ് ടൈം ടു ടൈം പീരീഡിന്റെ അകത്തും ഈ പറഞ്ഞ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഒരു ഫിനാൻസിൽ ഒരു ഡിഗ്രി വേണ്ടേ എന്നൊക്കെ ഉള്ള, അതുപോലെ എക്സ്പീരിയൻസ് വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ഗ്രാജുവേറ്റ് ആയിരുന്നാൽ മതി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നൊരു സംഭവം മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊരാൾക്കും, ഗ്രാജുവേഷനുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു SSC സീജലിന്റെ എക്സാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പം ഒന്ന് നോട്ടിഫിക്കേഷനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, SSC സീജൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓൾറെഡി 21 മെയ് തൊട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് 22 ജൂൺ 2026 വരെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം വളരെ നല്ല വേക്കൻസിക്കാണ് വിളിച്ചേക്കുന്നത്. 12,256 വേക്കൻസിക്കാണ് വിളിച്ചേക്കുന്നത്. ഉറപ്പായിട്ട് ഈ വേക്കൻസീസ് ഇൻക്രീസ് ആവും. ബിക്കോസ് കഴിഞ്ഞ വർഷം 14,500 സംതിങ് വേക്കൻസിക്ക് വിളിച്ചിട്ട് അത് പിന്നെ 15,100 സംതിങ് വേക്കൻസിലേക്ക് ഇൻക്രീസ് ആയിരുന്നു. അപ്പൊ എല്ലാ വർഷവും ഒരു എന്താ പറയുക, ഒരു 500 തൊട്ട് 1,500 വേക്കൻസിയുടെ ഇൻക്രീസ് എല്ലാ വർഷവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ വട്ടം നമുക്ക് ഒരു 600-700 വേക്കൻസിയുടെ ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ വർഷവും നമുക്ക് ഉറപ്പാണ് ഈ വേക്കൻസീസ് എല്ലാ വർഷവും ഇൻക്രീസ് ആവാറുണ്ട്. ചെറിയ വേക്കൻസി ഒരുപാട് 10,000 20,000 ഇൻക്രീസ് ആവത്തില്ല. ഉറപ്പായിട്ട് ഒരു 500 തൊട്ട് ഒരു 1,500 അകത്തൊക്കെയാണ് ആ ഇൻക്രീസ് വരുന്നത്. സോ നമുക്ക് ഇതിലും ഒരു ഇൻക്രീസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, എല്ലാ വർഷവും ഉള്ളതാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എലിജിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ബാച്ചിലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത്രേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഏജ് ലിമിറ്റ് വരുവാണെങ്കിൽ 18 വയസ്സിന്റെ മേലോട്ടുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റും. 32 വയസ്സ് വരെയാണ് എന്ന് പറയുന്നെങ്കിലും ചില
പോസ്റ്റുകൾ 28 വയസ്സ് വരെയും, ചിലത് 30 വയസ്സ് വരെയും, ചിലത് നമ്മുടെ 32 വയസ്സ് വരെ. ഒരു പോസ്റ്റ് മാത്രം, അത് 2 പോസ്റ്റ് മാത്രമാണ് 32 വയസ്സ് വരെ വരുന്നത്. ബാക്കിയുള്ള മിക്ക പോസ്റ്റുകളും 30 വയസ്സ് വരെയാണ് വരുന്നത്. ഇപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. നമ്മൾ ഈ പറയുന്ന അൺറിസർവ്ഡിന്റെ ഏജ് ലിമിറ്റ് ആണ്. SC ST ഒക്കെ ആണെങ്കിൽ അവർക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, OBC ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും ആദ്യം ഒരു എക്സാം കാണും, അത് നമ്മൾ ക്വാളിഫൈ ആയാൽ മതി. അതിനൊരു കട്ട് ഓഫ് ആണ്, ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 136 ആയിരുന്നു 200-ൽ. അപ്പോൾ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. അതിനുശേഷം രണ്ടാമത്തെ എക്സാം ആണ് ശരിക്കും നമ്മളുടെ പോസ്റ്റും റാങ്കും ഒക്കെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ആ രണ്ടാമത്തെ എക്സാം ആണ് നമ്മുടെ സ്കോറിംഗ് ആയിട്ടുള്ള എക്സാം ആണ്, Tier 2 എക്സാം. അപ്പൊ ഇതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഇതിലേക്ക് വരുന്നത്. ആൻഡ് അതിൽ എത്ര സ്കോർ ചെയ്യുന്നു എന്നുള്ളതിന്റെ ബേസിലാണ് നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ആണ് കിട്ടുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കിട്ടുന്നത്, ഏത് പേ സ്കെയിലാണ് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ആപ്ലിക്കേഷൻ ഫീസിലേക്ക് വന്നാലും ജസ്റ്റ് 100 രൂപ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. പക്ഷെ അതും നമ്മുടെ അൺറിസർവ്ഡിനും OBC ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഫീസ് ഉള്ളൂ. വുമൺ കാൻഡിഡേറ്റ്സോ SC ST അങ്ങനെയുള്ള കാറ്റഗറിക്ക് ഒന്നും തന്നെ ഫീസ് ഇല്ല എന്നുള്ളത് കൂടി ഒരു വലിയൊരു കാര്യമാണ്. അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒന്നും തന്നെ ഫീസ് ഇല്ല. മെയിൽ കാൻഡിഡേറ്റ്സിൽ വരുന്ന OBC SC ST കാറ്റഗറിക്ക് OBC അൺറിസർവ്ഡ് കാറ്റഗറിക്ക് മാത്രമാണ് ഫീസ് ഉള്ളത്. SC ST കാറ്റഗറിക്ക് ഫീസ് ഇല്ല. വുമൺ കാൻഡിഡേറ്റ്സിന് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഫീസ് ഇല്ല. അപ്പോൾ ഇനി ഫീസ് ഉള്ളതും ആണെങ്കിലും 100 രൂപയാണ് നമുക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു സാലറി വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ഒരു 40,000 to 1 lakh പ്ലസ് ആണ് ഇതിന്റെ സാലറി വരുന്നത്. അത് നമ്മുടെ പേ ലെവൽ പോലെ ഇരിക്കും. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന പേ ലെവൽ 4 തൊട്ട് പേ ലെവൽ 8 വരെ ഉള്ളതാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ CGL എക്സാമിന്റെ അകത്ത് വിളിക്കുന്നത്. അപ്പൊ പേ ലെവൽ 8 എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഗസറ്റഡ് റാങ്ക്. പേ ലെവൽ 7ലാണ് എന്ത് വരുന്നത്, നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഈ പോസ്റ്റ് നമുക്ക് വരുന്നത്. അത് പേ ലെവൽ 7 ആണ്, നമ്മുടെ ഈ 8ന്റെ തൊട്ടടിയില്ല, ആ ഗസറ്റർ പോസ്റ്റിന്റെ തൊട്ടടിയില്ല. അപ്പൊ അതാണ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ നമ്മൾ കുറച്ച് വർഷം കൂടി കഴിയുമ്പോൾ പ്രൊമോഷൻസ് വരെ ഗസറ്റർ റാങ്കിലെത്തും. ഒരു 12-13 വർഷം കഴിയുമ്പോൾ നമ്മളൊരു IPS റാങ്ക്, ആ റാങ്കിലേക്ക് നമ്മുടെ സിവിൽ ഈ ഒരു CGL എക്സാമിന്റെ മിനി സിവിൽ സർവീസിന് കൂടി അറിയപ്പെടാൻ ഒരു കാരണം അതാ. നമ്മുടെ ഈ CGL എക്സാമിൽ അത്യാവശ്യം പേ ലെവൽ 7ൽ ഒക്കെ ജോയിൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരൊരു 12 തൊട്ട് 15 വർഷം കഴിയുമ്പോഴത്തേന്ന് മിക്ക പോസ്റ്റുകളിലും ആ ഒരു സമയം കഴിയുമ്പോഴത്തേന്ന് ഒരു IPS റാങ്കിലേക്ക് എത്തുക, അല്ലെങ്കിൽ സിവിൽ സർവീസ് റാങ്കിലേക്ക് എത്തുക, ഒരു കമ്മീഷണർ റാങ്കിലേക്കൊക്കെ എത്തുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുന്ന വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ. അപ്പൊ അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ജോബ് കൂടിയാണ്. ടൈം ടു ടൈം പ്രൊമോഷൻസ് ഉണ്ടായിരിക്കും, ആനുവൽ ഇൻക്രിമെന്റ്സ് ഉണ്ടായിരിക്കും. ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷൻസ് വരും, ഗസറ്റ് റാങ്കിലേക്ക് എത്തും വളരെ പെട്ടെന്ന്. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സമയം കഴിയുമ്പോൾ ആ ഒരു IPS പോലത്തെ റാങ്കിലേക്കും എത്തും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ പോസ്റ്റ് അത്രയും പോപ്പുലർ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഹെൽപ്പ് ലൈൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടി SSC തന്നെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോൾ ഫ്രീ നമ്പർ 180030093063. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് SSCനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള ഡൗട്ട്സോ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് റിലേറ്റ് ചെയ്യുന്ന ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചോദിക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ SSC CGL എക്സാമിന്റെ ഒരു ഓവറോൾ ഈ വർഷം വിളിച്ചേക്കുന്ന ഒരു സമ്മറി. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് മറന്നുകൊണ്ട് 22 ജൂൺ വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. അത്യാവശ്യം നല്ല വേക്കൻസീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഗസറ്റഡ് റാങ്കിന് അടക്കം ഈ വർഷം വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് അത് കാണാതിരുന്നത്. 40 പോസ്റ്റിനെ ഈ വട്ടം വിളിച്ചേക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ 36 പോസ്റ്റേ ഉള്ളായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ വർഷം SSC CGL എക്സാമിലേക്ക് വരുന്നത്. പിന്നെയും ചില എക്സാംസിലും ചില ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് വന്ന നമ്മൾ പറഞ്ഞ പോലെ പേ ലെവൽ 7 വരുന്ന പോസ്റ്റിലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ ആദ്യം നിങ്ങൾ കാണാൻ പറ്റുന്ന എല്ലാ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ്. നമ്മുടെ ഇതിന്റെ എല്ലാം പോസ്റ്റിംഗ് വരുന്നത് ഡൽഹിയിൽ മാത്രമാണ്. ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത് ഡൽഹിയിൽ ഓരോരോ മിനിസ്ട്രിയിലാണ് ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത്. നമ്മുടെ ഈ പറഞ്ഞ പേ ലെവൽ 7 വരുന്ന ഏറ്റവും നല്ല പോസ്റ്റ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് B ഓഫീസറാണ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഗ്രൂപ്പ് A എന്ന് പറയുന്നതാണ് സിവിൽ സർവീസ്. ഇനി ഇത് കഴിഞ്ഞ തൊട്ടടുത്തത് 8ാമത്തെ നിങ്ങൾ കാണാൻ പറ്റും. ആദ്യത്തെ 1 തൊട്ട് 7 വരെയും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ്. അത് നമ്മുടെ മിനിസ്ട്രീസിലുള്ള പോസ്റ്റാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത 8ാമത്തതാണ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്. നിങ്ങൾ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അത്രയും പോപ്പുലർ എന്ന് പറയാൻ കാരണം ഒരു റീസൺ, ഇപ്പൊ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിൽ എഗെയിൻ ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് A സിവിൽ സർവീസ് ആണ്. ഇതിന്റെ തൊട്ട് മേളിൽ ആണ് ഗ്രൂപ്പ് A വരുന്നത്, സിവിൽ സർവീസ് വരുന്നത്. 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പോപ്പുലർ പോസ്റ്റ് ആണ് നമ്മുടെ സെൻട്രൽ എക്സൈസിൽ ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള പോസ്റ്റിലാണ് ഇവിടെ വരുന്നത്. നമ്മുടെ സാലറി സ്കെയിലിന്റെ റേഞ്ച് ആയി കൊടുത്തേക്കുന്നത്. ഇത് ബേസിക് പേ ആണ്. ഒരിക്കലും അത് കണ്ടിട്ട് അതാണോ കൈ കിട്ടുന്നതെന്ന് വിചാരിക്കില്ല. ഓക്കെ, അത് വെറും ബേസിക് പേ. അതിന്റെ കൂടെ പിന്നെ ബാക്കിയുള്ള DA HR അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ആവും. അതുപോലെ 8th പേ കമ്മീഷൻ വന്നാൽ ഇതിന്റെ സാലറി ഒക്കെ ഓൾമോസ്റ്റ് ഒരു 1 lakh
പ്ലസ് കാണും ഈ ഒരു പോസ്റ്റിന്റെ സാലറി. ഇപ്പം കറന്റ് എൻ്റെ ഒരു സാലറി എന്ന് പറയുന്നത്, കൈ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 75 to 80,000 ഉള്ളിലൊക്കെയാണ് കൈ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. പിന്നെ ലൊക്കേഷൻ ടു ലൊക്കേഷൻ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും. പക്ഷേ 8th പേ കമ്മീഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ഈ സാലറി അതിനേക്കാളും കൂടുതലായിരിക്കും. ലൈക്ക് 1 lakh പ്ലസ് ആയിരിക്കും എന്റെ സാലറി എന്ന് പറയുന്നത്. നമ്മുടെ SSC CGLന്റെ ഫസ്റ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, Tier 1 എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയുവാണെങ്കിൽ, നമ്മുടെ Tier 1 എക്സാം, ആദ്യത്തെ എക്സാമിന്റെ പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് റീസണിങ്, ജനറൽ അവയർനെസ്, മാത്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഈ 4 ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാത്തിൽ 25 ക്വസ്റ്റ്യൻ വെച്ചാണ് വരുന്നത്. മൊത്തം 100 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വെച്ചാണ് വരുന്നത്. അങ്ങനെ മൊത്തം 200 മാർക്കാണ് നമുക്ക് വരുന്നത്. അപ്പം ഓരോ ക്വസ്റ്റിന് 2 മാർക്ക് വെച്ച്. അപ്പോൾ ശരിയാണെങ്കിൽ 2 മാർക്ക് കിട്ടും, തെറ്റാണെങ്കിൽ നമുക്ക് 0.5 നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്, അതും അറിഞ്ഞിരിക്കുക. പിന്നെ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത, അപ്പൊ നമുക്ക് മൊത്തം 1 മണിക്കൂർ സമയമാണ് വരുന്ന എക്സാമിന്. പക്ഷേ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ സംഭവമാണ് സെക്ഷണൽ ടൈമിംഗ്. എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് ഇങ്ങനെ ഒരു ടൈമിംഗ് ഇല്ലായിരുന്നു, മൊത്തത്തിൽ 60 മിനിറ്റ് ആയിരുന്നു. പക്ഷേ ഇനി തൊട്ട് ഓരോ സെഷൻ എഴുതാൻ 15 മിനിറ്റിന്റെ ഒരു ടൈമർ കൂടി ഉണ്ടായിരിക്കും. 15 മിനിറ്റ് ഒരു സെക്ഷണൽ ടൈം കൂടി ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ എക്സാമിൽ കൊണ്ടുവന്ന ഒരു പുതിയ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എക്സാം റിലേറ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഫൈനൽ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ SSCയുടെ CGLന്റെ Tier 2യുടെ മാർക്ക് അനുസരിച്ച്. Tier 1 സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആണ് Tier 2ലേക്ക് വരുന്നത്. ഈ Tier 2ലേക്ക് വരുന്ന കാൻഡിഡേറ്റ്സ് Tier 2യുടെ എക്സാം അറ്റൻഡ് ചെയ്യണം. അതിന്റെ എക്സാം പാറ്റേൺ ഡീറ്റെയിൽ ഒക്കെ യൂട്യൂബിൽ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ മെയിൻലി വരുന്നത് ഇതേ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് കൂടാതെ കമ്പ്യൂട്ടർ കൂടി നമുക്ക് എക്സ്ട്രാ വരും. പക്ഷേ കമ്പ്യൂട്ടർ ക്വാളിഫൈങ്, അവിടെ സ്കോർ എടുക്കത്തില്ല. അപ്പം ഈ ഒരു ഏരിയ ആണ് Tier 2യുടെ എക്സാം. അപ്പൊ നമ്മുടെ Tier 1 പഠിക്കുന്ന അതേ കാര്യങ്ങൾ Tier 2ലും വരുന്നത്, പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ് ക്വസ്റ്റൻ ആയിരിക്കും, കുറച്ചുകൂടി നല്ല ക്വസ്റ്റൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ CGLന്റെ എക്സാം ടോട്ടൽ Tier 2 എക്സാം നടക്കുന്നത് 390 മാർക്കിലാണ് നടക്കുന്നത്. അതിന്റെ 2025 ഏറ്റവും ലേറ്റസ്റ്റ് എക്സാം വെച്ച് പറയുകയാണെങ്കിൽ 2025ന്റെ എക്സാമിൽ നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ CGL ഏറ്റവും നല്ല പോസ്റ്റ് ആണ്, ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. ആൻഡ് അതിന്റെ ഒരു കട്ട് ഓഫ് വന്നത് 390ൽ 342 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും, കഴിഞ്ഞ വർഷത്തെ സ്കോർ അനുസരിച്ചാണെങ്കിൽ. ഇപ്പൊ ഈ വർഷം നിങ്ങളുടെ ടാർഗറ്റ് എന്തായിരിക്കണം? ഒരു 350 പ്ലസ് സ്കോർ ചെയ്യുക അല്ലെങ്കിൽ എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ 360 പ്ലസ് സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. സോ ദാറ്റ് നിങ്ങൾക്ക് ആ എക്സാംസ് നല്ലപോലെ ക്ലിയർ ചെയ്യാനും ആ പോസ്റ്റ് വേറെ എന്താ പറയുക, വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെ നിങ്ങൾ ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ ബേസിക് പേ 44,900 ആണ് നമ്മൾ അവിടെ കണ്ടു. പക്ഷേ ഇതിന്റെ കൂടെ നമ്മുടെ HRAയും DAയും അങ്ങനെയുള്ള ബാക്കി അലവൻസുകളൊക്കെ ആഡ് ആയി നമ്മുടെ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ നാഷണൽ പെൻഷൻ അതിലേക്കൊക്കെ പോകും. അതിലേക്കൊക്കെ പോയതിനു ശേഷം നമ്മുടെ ഇൻഹാൻസ് സാലറി, കൈ കിട്ടുന്ന സാലറി, ഓക്കെ, ടോട്ടൽ സാലറി നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനേക്കാളും കൂടുതലായിരിക്കും. പക്ഷെ അതിന് ഡിഡക്ഷൻസും പോയിട്ട് ആഡ് ആവേണ്ട അലവൻസുകൾ ആഡ് ആയി ഡിഡക്ഷൻസ് പോയതിനു ശേഷം കൈ കിട്ടുന്ന സാലറി ഏകദേശം ഒരു 72 to 80,000. ഞാൻ പറഞ്ഞ പോലെ സിറ്റി മാറുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. XYZ ടിയർ സിറ്റീസ് ഉണ്ട്, ഇപ്പൊ മെട്രോ സിറ്റീസ് വ്യത്യാസം ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് കാണും. പക്ഷെ അതർവൈസ് ഇൻഹാൻസ് സാലറി ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് ഇൻഹാൻസ് സാലറി വരുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഒരു ജോലിയെ കുറിച്ച് പറയുമ്പോൾ സാലറി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എൻട്രി ലെവലിൽ പേ ലെവൽ 7ലുള്ള ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റിലാണ് കയറുന്നെങ്കിലും നമ്മൾ അത് കഴിഞ്ഞ് പ്രൊമോഷൻസ് വരുന്നത് നമ്മൾ 3 to 5 years കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നമ്മുടെ സർവീസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ലെവൽ 8ലേക്ക് നമുക്ക് പ്രൊമോഷൻ വരും. നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസറായിട്ട്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൽ നിന്ന് ഓഫീസറായിട്ട്. അതേപോലെ പിന്നെ പേ ലെവൽ 9, പിന്നെ അതിനുശേഷം പേ ലെവൽ 10ലേക്ക് വരുമ്പോൾ നിങ്ങൾ അസിസ്റ്റന്റ് കമ്മീഷണർ പോസ്റ്റ് ആയിരിക്കും. 13 തൊട്ട് 17 വർഷത്തോളം കഴിയുമ്പോഴത്തേന്ന് നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ IPS റാങ്ക് ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ എത്തും. പിന്നെ ലെവൽ 11ലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലേക്കായിരിക്കും എത്തുന്നത്. അത് ഏകദേശം ഒരു 15 തൊട്ട് 18, 22 വർഷത്തിന്റെ ഉള്ളിലായിരിക്കും ആ സർവീസിലേക്ക് എത്തുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഏകദേശം ഒരു കിട്ടാൻ സാധ്യതയുള്ള പ്രൊമോഷൻസ് വഴി കിട്ടാനുള്ള ഹയസ്റ്റ് പോസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ജോയിന്റ് കമ്മീഷണർ വരെയാണ് യൂഷ്വലി പ്രൊമോഷൻസ് വഴി മാക്സിമം പോകുന്നത്. ഇപ്പം ജോയിന്റ് കമ്മീഷണർ, പോളിസി ഇംപ്ലിമെന്റേഷൻ, സ്ട്രാറ്റജിക് ഓവർസൈറ്റ് ഓഫ് മേജർ ടാക്സ് സോൺസ്, ഒരു സോണിന്റെ ഒക്കെ ജോയിന്റ് കമ്മീഷണർ, അതാണ് ഈ ഒരു പോസ്റ്റ് വഴി മാക്സിമം എത്തുന്ന പ്രൊമോഷൻസ്. പിന്നെ അഡീഷണൽ കമ്മീഷൻ എന്ന് പറയുന്ന പോസ്റ്റ് കിട്ടാം. പിന്നെ റയർ ആയിട്ട് കമ്മീഷണർ പോസ്റ്റ് വരെ എത്താം. ഈ കമ്മീഷണർ പോസ്റ്റ് വരെ എത്താനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവ്. പക്ഷെ ഈ പറഞ്ഞ റയർ ആയിട്ട് ഗസറ്റ് ഓഫീസർ ഓഫ് നാഷണൽ സിഗ്നിഫിക്കൻസ്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് കമ്മീഷണർ, ഒരു സോണിന്റെ ഒക്കെ കമ്മീഷണറൊക്കെ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷൻ സ്കെയിൽ എവിടെ കാണിച്ചിരുന്നത് 7, അതിൽ നിന്ന് 8, പിന്നെ അതിൽ നിന്ന് 10, പിന്നെ ഈ പറഞ്ഞ 11 ജോയിന്റ് കമ്മീഷണർ, പിന്നെ അവിടെ നിന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, ഇങ്ങനെയാണ് നമുക്ക് പോകുന്നത്. അതിന്റെ ഒരു പ്രൊമോഷൻ സ്കെയിൽ പോകുന്നത്. അപ്പൊ നിങ്ങൾ പേ ലെവൽ 7 തുടങ്ങി ഒരു പേ ലെവൽ 14ലേക്കുള്ള ഒരു
ജേർണിയാണ് ഇതെന്നും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇത്രയും ഡൈനാമിക് ആയി മാറുന്നത് എന്ന് ഉള്ളതിന്റെ ഒരു ആൻസർ ആണ് നിങ്ങൾക്ക് ഇപ്പം കിട്ടിയത്. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ ജോലി ആംഗിളിലായാലും സാലറി ആംഗിളിലായാലും ഫ്യൂച്ചർ ആംഗിളിലായാലും ഒക്കെ തന്നെ എന്താ പറയാ ഒരു വളരെ നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും പോപ്പുലർ പോസ്റ്റ് ആയി മാറുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഐഡിയാസ് നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു എക്സാംസിന് വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കാണും സീജിൽ എക്സാമിന് വേണ്ടി. ഇപ്പോൾ നോട്ടീഷൻ വന്നുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഫുൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അടുത്ത 2.5 മാസം കൊണ്ട് ഏറ്റവും നല്ലപോലെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇംപ്രൂവ് ചെയ്യുക. ഇപ്പം പഠിച്ചു തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ വർഷത്തെ സീജിൽ പാടായിരിക്കും, നമ്മുടെ 2.5 മാസമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ വർഷം വരുന്ന വേറെ എക്സാംസ് ഉണ്ട്, ലൈക്ക് CSS, MTS, അപ്പം SSC GD, സെൻട്രൽ പോലീസ് ഓഫീസർ, അതൊക്കെ നമുക്ക് നവംബർ ഡിസംബർ ആ സമയത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ആ സമയത്തേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാം പിന്നെയും ഡിലേ ആവും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പിന്നെ ഒരു 8 തൊട്ട് 9 മാസത്തോളമൊക്കെ സമയം അവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി. സോ അതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് സീജലിന് വേണ്ടി ഇപ്പോഴേ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ബിക്കോസ് ഇതിന്റെ സീജൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ലൊരു പ്രിപ്പറേഷൻ വേണം ഫസ്റ്റ് ടൈം തന്നെ ക്ലിയർ ചെയ്യണമെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ നിങ്ങൾക്ക് 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്കിവിടെ ഓൺലൈൻ ബാച്ചസ് ആണ് വരുന്നത്. അവിടെ റെക്കോർഡ് ക്ലാസ്സസ് കാണും, ഡെയിലി ഷെഡ്യൂൾസ് കാണും, മെന്റേഴ്സിന്റെ സപ്പോർട്ട് കാണും. ഗോൾഡ് ബാച്ചസ് ആണെങ്കിൽ ഈവനിങ് ലൈവ് ക്ലാസ് കാണും. നിങ്ങൾ പഠിക്കുന്ന റെക്കോർഡ് ക്ലാസ്സസിന്റെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഈവനിങ് 8 മണിക്ക് ശേഷമായിരിക്കും പോകുന്നത്. സോ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ക്ലാസ്സസോ വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസോ അല്ലെങ്കിൽ കോളേജിൽ ഈവൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും, ഫൈനൽ ഇയറിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്കൻഡ് തേർഡ് ഇയറിലൊക്കെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പോലും ഈ പറഞ്ഞ ഡേ ടൈം ആക്ടിവിറ്റീസ് ഒന്നും എഫക്റ്റ് ആവാതെ ഈവനിങ് നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് കൂടാതെ തന്നെ മോക്ക് ടെസ്റ്റുകള്, ക്വിസുകള്, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകള്, ഫുൾ മോക്ക് ടെസ്റ്റുകള്, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, അതുപോലെ എന്താ പറയാ ബുക്കുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ നമ്പറിൽ എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാം, മനസ്സിലാക്കാം, പഠിച്ചു തുടങ്ങാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും നല്ലൊരു ജോലിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏറ്റവും നല്ല ജോലിയിലേക്ക് നിങ്ങൾക്ക് വരുന്ന വർഷം എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഇപ്പൊ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഏറ്റവും നല്ലപോലെ അടുത്ത 2.5 മാസം പ്രിപ്പയർ ചെയ്യുക. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും പ്രാക്ടീസും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. ഇതേപോലെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും പ്രാക്ടീസും കാര്യങ്ങളും ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് വരുന്ന സെഷൻസിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.